വെൽക്കം ബാക്ക് ടു ആ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം പഴയ ഗുളികയുടെ കവർ കൊണ്ട് നമ്മൾ കണ്ണുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ, ചലിക്കുന്ന കണ്ണ്. അപ്പോൾ ഇന്നും ഞാൻ ഗുളികയുടെ കവർ കൊണ്ട് ഒരു കണ്ണുണ്ടാക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഡോളിൻ്റെ കണ്ണാണ്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് ഇങ്ങനെ ഗുളികയുടെ കവറ്, പിന്നെ ഒരു ടൂത്ത് പിക്ക് വേണം, പിന്നെ നമ്മുടെ നെയിൽ പോളിഷ് അല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റ്, പേൾ അക്രിലിക് പെയിൻറ്റാണ് വേണ്ടുന്നത്. അപ്പോൾ ഈ ഗുളികയുടെ കവർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. അതിലത്തെ ആ സിൽവർ കളറൊക്കെ ഒന്ന് കളയുക. എന്നിട്ട് ഞാൻ എടുക്കുന്നത് ബ്ലാക്ക് നെയിൽ പെയിൻ്റാണ്, അതായത് കണ്ണിലെ കൃഷ്ണമണി വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്ലാക്ക് നെയിൽ പെയിൻറ്റ് എടുത്തിട്ട് ഈ ഗുളികയുടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗമില്ലേ, ഒരു ബ്ലാക്ക് ഡോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഒന്നുകിൽ നെയിൽ പെയിൻറ്റ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മാർക്കർ വെച്ചിട്ടും ചെയ്യാം. ഞാനിവിടെ നെയിൽ പെയിൻറ്റാണ് എടുത്തത്. അപ്പോൾ നല്ലൊരു റൗണ്ട് വരച്ച് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ഉണങ്ങാൻ വെക്കണം. ഇനി അതിന് ശേഷം ഞാൻ ഒരു റെഡ് നെയിൽ പെയിൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കണ്ണ് നമുക്ക് റെഡ് കണ്ണാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ റെഡ് നെയിൽ പെയിൻറ്റ് എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ആ ബ്ലാക്കിൻ്റെ മുകളിൽ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഒന്നും കൂടെ ആ ബ്ലാക്ക് എടുത്തിട്ട് ഈ ഒരു റെഡ് ഉണങ്ങുന്നതിന് മുന്നേ ആ ബ്ലാക്ക് ഒന്നും കൂടെ ഒന്ന് നടുവിലായിട്ട്, അതായത് കൃഷ്ണമണി പോലെ ഒരു ഡോട്ട് വെച്ചിട്ട് നമ്മൾ ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിനെ ഒന്നിങ്ങനെ എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു കണ്ണിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉണങ്ങട്ടെ, എന്നിട്ട് ഞാൻ അതിൻ്റെ ശരിക്കുള്ള ഇത് കാണിച്ചു തരാം. ഇനി നെക്സ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇടുന്നത് സിൽവർ നെയിൽ പെയിൻ്റ് ആണ്. ഇനി മൂന്നാമത് നമുക്കൊരു നീല കണ്ണുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പേൾ ബ്ലൂ അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതേപോലെ നടുക്ക് കൃഷ്ണമണിയായിട്ട് ബ്ലൂ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൃഷ്ണമണിയായിട്ട് ബ്ലൂ വെച്ചിട്ടുണ്ട്. ഇനി ആ ബ്ലൂ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഞാൻ പേൾ ബ്ലാക്ക് പെയിൻറ്റ് എടുത്തിട്ട് അതിൻ്റെ ചുറ്റിലും ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതായത് ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ, ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ഒരു റൗണ്ടിൽ ഫുള്ളായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യണം. ഇനി ഈ ബ്ലാക്കിൻ്റെ ചുറ്റിലും ഞാൻ സിൽവർ പെയിൻ്റാണ് കൊടുക്കുന്നത്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി, നല്ല ഭംഗിയുള്ള കണ്ണുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാ ഈ സിൽവറിനെയും ബ്ലാക്കിനെയും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട്. അപ്പോൾ ഇനി അതും ഒന്ന് ഉണങ്ങാൻ വയ്ക്കാം. അപ്പോൾ ഈ 3 കണ്ണുകളും ഇനി എങ്ങനെയാണ് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ളതെന്ന് കാണിച്ചു തരാം. ഇനി നമ്മൾ ഈ റൗണ്ട് മാത്രം ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട്
നമ്മൾ ലാസ്റ്റ് ടൈം കണ്ണുണ്ടാക്കുമ്പോൾ ചെയ്ത പോലെ വൈറ്റ് കാർഡ്ബോർഡിൽ സ്റ്റിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഐകാർഡിൽ കൊടുക്കാം, അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള കണ്ണുകളാണ് ഉണ്ടാക്കിയത്. നമ്മൾ വെറുതെ കളയുന്ന കവർ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.